സർജറി കഴിഞ്ഞിട്ട് നമ്മുടെ റോളക്സ് എന്ത് ചെയ്യുന്നു ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതാ സർജറി കഴിഞ്ഞിട്ട് നമ്മുടെ റോളക്സ് കലിപ്പ് അത്രയ്ക്ക് മാറിയിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് റോളക്സിൻ്റെ കാലിൽ ഒന്ന് ഷൂ ഇടിച്ച് നോക്കാം. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നഹാസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കമോൺ നഹാസ്, നമുക്ക് റോളക്സിനെ ഷൂ ഇടിപ്പിച്ച് നോക്കാം. ഹണിയുടെ ഷൂ ഇടുന്നത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ റോളക്സിന് ഷൂ ഇടാൻ പോവാണ്. സർജറി ഒന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ പണ്ടത്തെ അത്ര ദേഷ്യം റോളക്സിന് ഇല്ല കേട്ടോ. കമ്പയർ ചെയ്യുകയാണെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് റോളക്സിനെ പിടിക്കാൻ പോലും സമ്മതിക്കൂലായിരുന്നു. അല്ല ഇല്ല ദേഷ്യമൊക്കില്ല. സോ ഗൈസ്, നമ്മള് ഇന്നലെ ഹണിയുടെ വീഡിയോ കണ്ടു. ഇന്നിനി നമ്മൾ റോളക്സ് എങ്ങനെയാണ് ഈ ഷൂ ഇട്ട് നടക്കാൻ പോണേന്ന് നമുക്കൊന്ന് നോക്കാം. കമോൺ റോളക്സ്. എന്താ റോളക്സ്, എന്താ റോളക്സ്? ഹണിയുടെ അത്ര പോലും റിയാക്ഷൻ ഇല്ല നമ്മുടെ റോളക്സിന്. സർജറി കഴിഞ്ഞ പിന്നെ നമ്മുടെ റോളക്സ് ഭയങ്കര പാവമായി ഗൈസ്. ഇനി നമുക്ക് റോളക്സിന് ഹണീനോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല. കണ്ട ഹണിയോടെ ഹണിയോടെ പോയാ ഗൈസ്, ഇൻ ബിറ്റ്വീൻ റോളക്സും ഹണിയും തമ്മിൽ ഇപ്പം നല്ലൊരു ഫൈറ്റ് കഴിഞ്ഞു. ആ ഒരു ഫൈറ്റിൽ ഞാനും വീണു. അപ്പോൾ അതിൻ്റെ CCTV വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണിക്കുന്നതായിരിക്കും. റോളക്സിൻ്റെ സർജറി കഴിഞ്ഞിട്ടും റോളക്സിൻ്റെ ദേഷ്യത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. അല്ലേ റോളക്സ്?